Hey guys, welcome back to my channel. അപ്പോൾ ഇന്നുണ്ടല്ലോ ഞാൻ ക്വിക്ക് ആൻഡ് സൂപ്പർ ടേസ്റ്റി എയർ ഫ്രൈയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് സ്നാക്സ് ആയിട്ടാട്ടോ വന്നേക്കുന്നത്. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഗെറ്റ് ടുഗദറിന് വരുവാണെങ്കിൽ അവർക്ക് കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സിനോ അല്ലെങ്കിൽ ടിഫിനിൽ നമുക്കിത് ഗിൽറ്റ് ഫ്രീ ആയിട്ട് അവർക്ക് കൊടുത്തയക്കാൻ പറ്റും. ഇത് റെസിപ്പി ഉണ്ടല്ലോ, എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, പിള്ളേർക്ക് കൊടുക്കുക, അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ചീസും എല്ലാം കൂടെ ഇട്ട് സെർവ് ചെയ്യുന്നതാണ്. ലെസ് ഓയിലിൽ, കുറച്ച് എണ്ണയിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് പിള്ളേർക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് വേണമെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത്, ഇപ്പോൾ കാലറി കോൺഷ്യസ് ആയിട്ടുള്ള ആളാണെങ്കിൽ അവർക്കും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഈസിലി കുറച്ച് ഇൻഗ്രീഡിയൻസും ലെസ് കാലറീസും വെച്ചിട്ട് നമുക്ക് സൂപ്പർ ഡെലീഷ്യസ് ആയിട്ട് സ്നാക്സ് ഉണ്ടാക്കി എന്തായാലും സെർവ് ചെയ്യാൻ പറ്റും. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഞാൻ ആദ്യത്തെ സ്നാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റഫ്ഡ് മഷ്റൂം ക്യാപ്സ് ആണ്. അപ്പൊ അതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് മഷ്റൂം. ഇത് ഞാൻ ബട്ടൺ മഷ്റൂംസ് യൂസ് ചെയ്യുന്നത്. ഗാർലിക്, ചില്ലി ഫ്ലേക്സ്, പെപ്പർ, സോൾട്ട്, പിന്നെ ചീസും. ഇത്ര ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്റ്റഫ്ഡ് മഷ്റൂം ക്യാപ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ആദ്യം നമുക്ക് മഷ്റൂമിന് നല്ല 2-3 വെള്ളത്തിൽ കഴുകിയെടുക്കാം. ഓക്കെ, അപ്പോൾ മഷ്റൂം കഴുകി. ഇനി നമുക്ക് ഇതിന് സ്റ്റഫ് ചെയ്യാനുള്ള ഫില്ലിങ്സ് ആക്കി എടുക്കാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് ചീസ്, ചില്ലി ഫ്ലേക്സ്, പെപ്പർ, ഉപ്പ്, മിൻസ്ഡ് ഗാർലിക്. ഇനി ഇതിനെല്ലാം മിക്സ് ചെയ്യാം. അപ്പോൾ സ്റ്റഫ്ഡ് മഷ്റൂം ക്യാപ്സ് ഉണ്ടാക്കാനുള്ള ഫില്ലിംഗ് റെഡിയായി. ഇനി നമുക്ക് മഷ്റൂമിൽ ഇത് ഫില്ല് ചെയ്യാം. അപ്പോൾ മഷ്റൂമിൽ സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിന്റെ തണ്ട് പൊട്ടിക്കാം. പൊട്ടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഉള്ളിലൊരു സ്പേസ് കിട്ടും. അപ്പോൾ ഇതിലോട്ട് നമുക്ക് നമ്മുടെ ഫില്ലിംഗ് സ്റ്റഫ് ചെയ്യാം. ഓക്കെ, നമ്മൾ എല്ലാ മഷ്റൂംസ് ഇപ്പൊ സ്റ്റഫ് ചെയ്തു. ഇനി നമുക്ക് ഇതിനെ എയർ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഞാനുണ്ടല്ലോ ഇവിടെ അഗാരോന്റെ ഗാലക്സി ഡിജിറ്റൽ എയർ ഫ്രൈ ആട്ടോ യൂസ് ചെയ്യുന്നത്. ഇതുണ്ടല്ലോ 1400 പവർ വാട്ട്സ് വരുന്ന ഒരു ഫാസ്റ്റ് ആൻഡ് ഹെൽത്തി കുക്കിംഗ് മെഷീൻ ആണ് കേട്ടോ. ഇതിൽ 4.5 ലിറ്റർ കപ്പാസിറ്റി വരുന്ന സ്മോൾ ഫാമിലിക്കും കൂടാണ്ട് ചെറിയ ഗെറ്റ് ടുഗദറിന് വേണ്ടിയൊക്കെ പെർഫെക്റ്റ് ആണ്. ഇതിൽ 360 ഡിഗ്രി റാപ്പിഡ് ഹോട്ട് എയർ സർക്കുലേഷൻ ടെക്നോളജി ഉണ്ട്, വിച്ച് സിംപ്ലി മീൻസ് ഹീറ്റ് ഈക്വലി ഡിസ്പേഴ്സ് ആവും ഇൻ ഓൾ ഡയറക്ഷൻ വിത്ത് 90% ലെസ് ഓയിൽ, also keeping the food crispy. ഇതിൽ ബ്രാൻഡ് ഡിജിറ്റൽ ഡിസ്പ്ലേ ആൻഡ് ടച്ച് കൺട്രോൾ ബട്ടൺ ആണ് കൊടുത്തേക്കുന്നത്, വിച്ച് ബേസിക്കലി മീൻസ് നമുക്ക് 80 ഡിഗ്രി ടു 200 ഡിഗ്രി ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റും വിത്ത് 120 മിനിറ്റ് ടൈമർ. കൂടെ 7 പ്രീസെറ്റ് പ്രോഗ്രാം ഉണ്ട്, ലൈക്ക് ഫ്രഞ്ച് ഫ്രൈസ്, ചിക്കൻ ലെഗ്, ഷ്രിംപ്, കേക്ക്, സ്റ്റേക്ക്, ഫിഷ് ആൻഡ് റിബ്സ്. ഇത് നമുക്ക് ഫുഡ് റീഹീറ്റ് ആൻഡ് വാം ആക്കി വെക്കാനും ഉള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പേഴ്സണലി എനിക്ക് മെയിൻ ആൻഡ് യൂസ്ഫുൾ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താന്ന് തോന്നിയെന്ന് വെച്ചാൽ, ഇതിൽ നമുക്ക് ഓവർ ഹീറ്റ് പ്രൊട്ടക്ഷനും കൂടാണ്ട് ഓട്ടോ ഷട്ട് ഓഫ് ഫംഗ്ഷനും ബ്രാൻഡ് കൊടുത്തിട്ടുണ്ട്. ഇനി മഷ്റൂംസിനുണ്ടല്ലോ നമുക്ക് 180 ഡിഗ്രിയിൽ ഒരു 8 to 10 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. മഷ്റൂം ഉണ്ടാക്കുന്ന ഗ്യാപ്പിൽ നമുക്ക് അടുത്ത പ്രിപ്പറേഷൻ ചെയ്യാം. അടുത്തത് ക്രിസ്പി പൊട്ടാറ്റോ ബോൾസ് ആണ്. ഞാനിവിടെ പൊട്ടാറ്റോ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് പീൽ ചെയ്യാം. എന്നിട്ട് ഇതിനെ നമുക്ക് നല്ലോണം മാഷ് ചെയ്യാം. ഇനി നമുക്കിതിൽ ചില്ലി ഫ്ലേക്സ്, മിൻസ്ഡ് ഗാർലിക്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, സോൾട്ട്, പെപ്പർ, ഇതെല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഓക്കെ, ഞാനുണ്ടല്ലോ ചെറിയ ചെറിയ ക്വാർട്ടർ പ്ലേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റഫ്ഡ് മഷ്റൂം ക്യാപ് സെർവ് ചെയ്യാം. ഓക്കെ, റെഡിയാ. നമുക്ക് മഷ്റൂംസ് നല്ല ചീസി ആയിട്ട് വന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വിക്ക് സ്നാക്ക് റെസിപ്പി റെഡി. അപ്പം ഞാൻ ഇതിനെ നല്ലോണം നീഡ് ചെയ്ത് ഒരു ബോൾ പോലെ ആക്കി. ഇനി ഇതിന്റെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം നമുക്ക്. അപ്പോൾ എനിക്ക് 1 2 3 4 5 6 7 8 9 ബോൾസ് ആട്ടോ കിട്ടിയേക്കുന്നത്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് എല്ലാ സ്നാക്കിന്റെ ബേസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമുക്ക് എയർ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ സൈഡ് മാറ്റി വെക്കാം. സോറി ഗൈസ്, ഞാൻ ക്യാമറ നോക്കിയപ്പോൾ റെക്കോർഡിംഗ് അല്ലായിരുന്നു. അപ്പോൾ ഞാൻ പകുതിയോളം സ്റ്റെപ്പ് ചെയ്തു. അപ്പോൾ എന്തായാലും ഞാൻ നെക്സ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ചീസി കോൺ കട്ട്ലെറ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബോയിൽ ചെയ്ത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കോൺ, സ്വീറ്റ് കോൺ, അതിൻ്റെ കൂടെ ഞാനൊരു ബോയിൽഡ് പൊട്ടാറ്റോയും കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ചീസ് കൂടെ ഇടുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. 1 ടീസ്പൂൺ കോൺഫ്ലവർ, ചില്ലി ഫ്ലേക്സ്, പിന്നെ സോൾട്ട്. എന്നിട്ട് ഇതിനെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് നമുക്കിതിന് കട്ട്ലറ്റിന്റെ ഷേപ്പ് കൊടുക്കാം.
അടുത്ത ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വൺ ഓഫ് ദ ഈസിയസ്റ്റ് റെസിപ്പീസ് ആട്ടോ, ബ്രെഡ് പിസ്സ ബൈറ്റ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് 2 ബ്രൗൺ ബ്രെഡ് ആണ്. ഇതിലോട്ട് നമുക്ക് പിസ്സ സോസ് സ്പ്രെഡ് ചെയ്യാം. ഈവൻലി 2 ബ്രെഡിലും നമുക്ക് പിസ്സ സോസ് സ്പ്രെഡ് ചെയ്യാം. ഇതിലോട്ട് കുറച്ച് ചീസ്, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസ് ഇടാം. ഞാനിവിടെ ഇപ്പം ക്യാപ്സിക്കം, പിന്നെ ഓനിയൻസ്, പിന്നെ കുറച്ച് സ്വീറ്റ് കോണും കൂടി ഇടുന്നുണ്ട്. കുറച്ചുകൂടെ ചീസ് മേലിൽ കൂടെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം ഇത് റെഡി. ഇനി നമുക്കിതിനെ എയർ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാം നമ്മൾ സെറ്റാക്കിയില്ല. ഇനി ഓരോന്നായിട്ട് നമുക്ക് എയർ ഫ്രൈ ചെയ്യാം. ആദ്യം നമുക്ക് ക്രിസ്പി പൊട്ടറ്റോ ബൈറ്റ്സ് തൊട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമുക്ക് പൊട്ടറ്റോ ബൈറ്റ്സ് വെച്ചിട്ട് ഒരു 190 ഡിഗ്രിയിൽ 10 to 15 മിനിറ്റ്സ് ഇതിനെ എയർ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ബ്രെഡ് പിസ്സയും റെഡി. ഇത് രസമല്ല, നല്ല കളർഫുൾ ആയിട്ടില്ലേ. എയർ ഫ്രൈയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സ് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ എൻ്റെ അടുത്ത് അറിയിക്കണം. കൂടാണ്ട് ഈ എയർ ഫ്രൈയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം, അതും പോയി നോക്കിക്കോ. അപ്പം അടുത്ത തവണയായിട്ട് കാണുന്നിടം വരെ ബൈ. നേരത്തെ ആദ്യം ഉണ്ട്, നല്ല ടേസ്റ്റ് അത്. മഷ്റൂമും ചീസും നല്ല കോമ്പിനേഷൻ ആണല്ലോ.